Hi friends, welcome to Roshni's World. ഇന്ന് മലബാർ സ്പെഷ്യൽ ഇറാനി പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇറാനി പോള എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ ഇറാനി പോള ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഇറാനി പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 500 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട കേട്ടോ, 300 ഗ്രാമോളം വേണ്ടു. അപ്പോൾ എനിക്കിപ്പോൾ വേറൊരു ആവശ്യമുള്ളതുകൊണ്ട് എടുത്തുന്നുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബോണോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്ന് പിച്ചി എടുത്താൽ മതി ഫ്രൈ ചെയ്തിട്ട് ശേഷം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒരു ഹാഫ് ആൻ അവറെങ്കിലും മാക്സിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇപ്പോൾ ഇതാ ചിക്കനിൽ നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു 200 ഗ്രാമോളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞല്ലോ ഇത് വേറൊരു ആവശ്യത്തിന് ഉള്ളതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്യാനുള്ളതാണ് തണുത്തതിന് ശേഷം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വലിയ ഉള്ളി നല്ല പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി പെട്ടെന്ന് വഴറ്റിയിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ട് ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ. എരിവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് ഒന്ന് അതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ സീഡ്സൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി അതും വാടി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ചിക്കനില്ല, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പൊടികളുടെ ഒക്കെ ആ ടേസ്റ്റ് ചിക്കനിൽ പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഞാനിപ്പോൾ ചതച്ചത് ഇട്ട് കൊടുക്കുന്നതിലോ ചതക്കാതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അരച്ചെടുക്കുന്നതല്ലേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 കപ്പോളം പാലുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലല്ലേ ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കണം. അപ്പോഴല്ലേ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ട് പറ്റൂ. അതിനായിട്ട് 1/4 കപ്പോളം മൈദപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണേ അടിച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിൻ്റെ ആ സൈഡ് വശത്തൊക്കെ നന്നായിട്ട് ഒന്ന് തടവി കൊടുക്കുക. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രം വെക്കുന്നതിൻ്റെ അടിവശത്തായിട്ട് ഏതെങ്കിലും ഒന്ന് ഫ്ലെയിം കൺട്രോളർ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും തവ ഉണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കാത്ത ഒരു തവയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ആ പോട്ട് ചൂടാക്കി എടുക്കാൻ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഈ ബാറ്ററില്ല അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ ഹാഫ് ഭാഗം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അതിലെന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കണ്ടോ, ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ഒഴിക്കാം, അതിൻ്റെ ഹാഫ് ബാക്കി വെക്കാം. കാരണം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സീൽഡ് ചെയ്തെടുക്കണ്ടല്ലേ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് വന്നാൽ മതി, വല്ലാണ്ടങ്ങ് വലിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഒന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മുഴുവനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ആ പോട്ടിനോട് ചേർത്തിട്ട് ഇട്ട് കൊടുക്കാതിരിക്കാൻ നോക്കാം കേട്ടോ. കാരണം അത് മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വഴിയുണ്ട് അതിൻ്റെ സൈഡ് വശം തട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലാണ്ടെങ്കിൽ സൈഡിലോട്ട് ആവാതെ അതിന് കറക്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് വശം അതിനോട് ജോയിൻ്റായിട്ട് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മൾ മൈദപ്പൊടി ഇട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് വശത്തോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് സീൽഡായി കിട്ടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ സൈഡ് വശത്തുനിന്ന് മസാലയൊക്കെ പുറത്ത് വരാൻ വഴിയുണ്ട്. ഇനിയിപ്പോൾ ഇത് സൈഡ് വശത്തോട് കൂടി സെൻറ്റർ ഭാഗത്താക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ സൈഡിലോട്ട് അങ്ങ് ഇറങ്ങിക്കോളും.
കൊടുത്തോളൂ. എന്നിട്ട് വീണ്ടും ഒന്ന് തട്ടിക്കൊടുക്കുക. അങ്ങനെ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്യാപ്സിക്കും ചിക്കൻ ഫ്രൈ ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതൊന്ന് വലിഞ്ഞ് വന്നോട്ടെ കേട്ടോ. അധികം അങ്ങ് ആവണ്ട. അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വരും. ഈ സമയത്ത് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഒരു റെഡ് ക്യാപ്സിക്കം ഇതുപോലെ റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റെഡ് ക്യാപ്സിക്കം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ റെഡ് ക്യാപ്സിക്കം തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീനോ യെല്ലോ ഏതാണോ നിങ്ങൾക്ക് ഉള്ളത് അത് വെച്ച് കൊടുക്കുക. അതുപോലെ ഇതുപോലെ റൗണ്ട് ഷേപ്പ് തന്നെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഇനി നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അതിനുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കാണാനൊരു ഭംഗിയും നമുക്കൊരു കൗതുകമല്ലേ കഴിക്കുന്ന സമയത്ത് കാണാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ എൻ്റെതൊരു 45 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നേ. ഒട്ടാകെ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കത്തിയോ സ്ക്യൂറോ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉൾവശം വെന്ത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയാവട്ടെ. ഇനി ഇത് നമുക്കൊരു വേറൊരു പാനിലോട്ട് ഞാൻ ഫ്ലിപ്പ് ചെയ്തിരുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഫ്ലിപ്പ് ചെയ്തിടുന്ന പാനിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ. ഇപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അടിവശത്ത് ആ തവ വെച്ചതുകൊണ്ട് തന്നെ ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 4 മിനിറ്റോ 3 മിനിറ്റ് കൊണ്ട് ഇത് കണ്ടോ ആ വശവും കൂടെ നമ്മൾ മറിച്ചിട്ട ഭാഗം കൂടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അടിവശവും സൈഡ് വശമൊന്നും കരിഞ്ഞൊന്നും പോവാതെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ അടിവശത്ത് എന്തെങ്കിലും ഒരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ തവയോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും കേട്ടോ. ആ ഫ്ലെയിം ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഞാൻ പിന്നെ കറക്റ്റ് ടൈം പറയാത്ത ഓരോരുത്തരുടെ ഫ്ലെയിമിനും ഡിഫറെൻറ്റ് ടൈം ആയിരിക്കുമല്ലോ. ഫ്ലെയിമിൻ്റെ ഇതിനനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയാത്തത്. ഞാൻ കറക്റ്റ് പറയുമ്പോൾ നിങ്ങളെ ടൈം വ്യത്യാസപ്പെട്ടിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 1-2 നിങ്ങൾ പറഞ്ഞ ടൈമിനേക്ക് ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെ ടൈമിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആവും. ഒന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി കേട്ടോ. അത് പറഞ്ഞതുപോലെ ഒന്ന് തവയൊക്കെ വെച്ചിട്ട് ഒന്ന് കൺട്രോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ. ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഉൾവശമൊന്നും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇങ്ങനെ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ 2 കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫ്ലെയിം ലോ ഫ്ലെയിമിലിടാം. അതുപോലെ അടിവശത്ത് വെക്കുന്ന പാനിൻ്റെ അടിവശത്ത് എന്തെങ്കിലും ഒരു ഫ്ലെയിം കൺട്രോളർ വെക്കുക. അതല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് ഉപയോഗിക്കാത്ത തവയൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടും. ഇതിനു മുൻപ് ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കർക്കിടക സ്പെഷ്യൽ എള്ളു അവിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ കർക്കിടക അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൂടെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.